പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം പറഞ്ഞ് യേശു കർത്താവിന്റെ വലിയൊരു നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് വേദഭാഗം വായിക്കാം. യൂദായുടെ പുസ്തകം, അതിന്റെ പ്രാരംഭ വാക്യം, 3-ാമത്തെ വാക്യം. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിനെ പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന് പ്രബോധിപ്പിച്ചെഴുതുവാൻ അതാവശ്യമെന്ന് എനിക്ക് തോന്നി. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി അങ്ങേ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്ന ഒരു പ്രാവശ്യം കൂടെ ഇപ്രകാരം ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് സഹായിച്ചല്ലോ. ഇന്നത്തെ വചന ശുശ്രൂഷ ആയിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ അനുഗ്രഹമാകണമേ. കേൾവിക്കാരെ സഹായിക്കണമേ. നാമത്തെ മഹത്വപ്പെടുത്തണമേ. വചനത്തിന്റെ വാതിലുകൾ തുറക്കണമേ. സകലത്തിനായും സ്തോത്രം ചെയ്യുന്നു. മശിഹായുടെ വലിയൊരു നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കേൾക്കണമേ പിതാവേ. ഒരു പാട്ടിൽ ചില ചരണങ്ങൾ നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. സ്തോത്രം. യോഗ്യമല്ലാത്ത ഈ ലോകത്തേറുന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോൾ, യോഗ്യമല്ലാത്ത ഈ ലോകത്തേറുന്ന മാലിന്യങ്ങൾ മാർഗത്തിലേറി വന്നെന്നെ ഭീതിപ്പെടുത്തിടുമ്പോൾ, ചാരും കാൽവരി മേട്ടിൽ തകർന്ന മാറിടത്തിൽ ചോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ, ചാരും കാൽവരി മേട്ടിൽ തകർന്ന മാറിടത്തിൽ തോരും കണ്ണുനീരെല്ലാം യേശുവിൻ കൈകളിൽ. യേശു എൻ സങ്കേതം, എൻ നിത്യപാരയുമേ, ആശ്രയം തന്നാമം ആ നാമ സുസ്ഥിരമേ. യേശു എൻ സങ്കേതം, എൻ നിത്യപാരയുമേ, ആശ്രയം തന്നാമം ആ നാമ സുസ്ഥിരമേ. പ്രൈസ് ദി ലോർഡ്. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവിന്റെ ദാസൻ, കർത്താവിന്റെ അർത്ഥ സഹോദരനും അപ്പോസ്തലനുമായ യൂദ വിശ്വാസ സമൂഹത്തോട്, പൊതുലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലായി ഫലമേറ്റ വിശ്വാസത്തിന് വേണ്ടി, നിങ്ങൾ അടുത്തുവന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണമെന്ന്. അങ്ങനെ പറയുവാൻ അതിൻ്റെ വലിയ കാര്യങ്ങളുണ്ട്. വിശ്വാസത്തിൽ വന്നവർ അതിനുശേഷം കാണിക്കുന്ന പരിപാടികൾ, വിശ്വാസം വിട്ട് ഉഴലുന്നവർ, വിശ്വാസം അതെന്താണെന്നറിയാതെ പോയവർ, നിലനിൽക്കാതെ പോയവർ, അവരുടെ പിന്നത്തെ സ്ഥിതി പണ്ടത്തേനേക്കാൾ വല്ലാതായി പോയ ഒത്തിരി പേരെ ദൈവവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. പുതിയ നിയമസഭയിൽ അങ്ങനെ സംഭവിച്ചു. മേലാൽ സംഭവിക്കാതിരിക്കുവാൻ തക്കണം ഒരു വലിയ അവയർനെസ്, ഒരു വലിയ മുന്നറിയിപ്പ് നൽകുന്നതാണ്, പരിശുദ്ധാത്മാവ് നൽകുന്നതാണ് ഈ ലേഖനം. തികഞ്ഞ കണ്ണുനീരോടുകൂടി അല്ലാതെ ഇത് വായിപ്പാനായിട്ട് കഴിയത്തില്ല. വീണുപോയ ഒത്തിരി പേരുടെ പേരുകൾ ഇതിനകത്ത് കാണാൻ പറ്റും. വിശ്വാസം വിട്ടുപോകാൻ കാരണം പലരും കണ്ടത് കണ്ടില്ലെന്ന് പറയുക, കേട്ടത് കേട്ടില്ലെന്ന് പറയുക, സത്യത്തിന് വേണ്ടി നിൽക്കാത്ത ആളുകൾ. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചത്, കായീൻ സ്വന്തം സഹോദരനെ കൊന്നിട്ട് പറയാൻ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. റാഹേൽ അപ്പന്റെ മുതല് മോഷ്ടിച്ചു കൊണ്ടെന്ന് പറയാൻ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അത് നിമിത്തം ഇവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ ദുർഗതി വല്ലാത്തതായിരുന്നു. നിത്യത നഷ്ടമായി, തന്നെയല്ല വഴിയിൽ പ്രസവിച്ചു. വല്ലാത്തൊരു അനുഭവത്തിലൂടെയാണ് അവരെല്ലാം പോയത്. വഴിയിൽ ശവമടക്കി, ജീവിത സായാഹ്നത്തിൽ അല്ലെങ്കിൽ ജീവിതത്തന്ത്യത്തോളം യാക്കോബിനോട് ലഭിച്ച് താമസിപ്പാൻ റാഹേലിന് സാധിച്ചില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടം ആളുകളെ ഒന്ന് ചൂണ്ടിക്കാണിക്കുവാനാണ് ഈ പ്രസംഗ പരമ്പര, ഈ എപ്പിസോഡുകൾ ഉപയോഗിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ താല്പര്യപ്പെടും. ഇന്ന് നമുക്ക് മറ്റൊരാളെ കാണാം. അത് വേറെ ആരുമല്ല, നാം ഏറെ അറിയുന്നതും ദൈവകൃപയിൽ നിന്ന് ജോസഫ് എന്ന് പറഞ്ഞ
ആദിമഭക്തൻ യാക്കോബിന്റെ മകനായ ജോസഫ്. ആ ജോസഫിന് 11 സഹോദരന്മാരുണ്ടായിരുന്നു. അതിൽ 10 പേർ, ഇളയവനായ ബെന്യാമീന് ജോസഫിനെതിരെ നിന്നിരുന്നാൽ ബാക്കിയുള്ള 10 പേര് ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിനെ തള്ളിപ്പറയുവാനും കണ്ടില്ല എന്നൊക്കെ പറയാനിടയായി തീർന്നു. നാം വായിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന് 31-32 വാക്യങ്ങളിൽ നമുക്ക് അവിടെ ചില കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ജോസഫിന്റെ സഹോദരന്മാർ, ആ തരത്തിലുള്ള ആളുകൾ ഇന്നും വിശ്വാസ ഗോളത്തിൽ ആത്മീയ ലോകത്ത് ധാരാളം പേരുണ്ട്. കുറ്റം ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം 31-32 വാക്യങ്ങളാണ് നാം വായിക്കുമ്പോൾ സ്തോത്രം 37-31-32 വാക്യങ്ങൾ. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് യോസഫിന്റെ അങ്കി എടുത്ത രക്തത്തിൽ മുക്കി. അവർ നിലയങ്കി തങ്ങളുടെ അപ്പന്റെ അടുക്കൽ കൊടുത്തയച്ചു. ഇത് ഞങ്ങൾക്ക് കണ്ടുകിട്ടി, ഇത് നിന്റെ മകന്റെ അങ്കിയോ അല്ലയോ എന്ന് നോക്കണമെന്ന് പറഞ്ഞു. ജോസഫിന്റെ സഹോദരന്മാർ ചെയ്തത് ജോസഫിനെ വിറ്റ് കാശാക്കി. എന്നിട്ട് ഇപ്പൊ അപ്പന്റെ മുമ്പിൽ നിലനിന്ന് പോകാൻ, അപ്പനെ പറ്റിക്കാൻ, അപ്പനെ അറിയിക്കാൻ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല, നീ ഞങ്ങളുടെ അടുക്കലേക്ക് അയച്ച ഞങ്ങളുടെ പൊന്നു സഹോദരൻ എന്ത് പറ്റിയെന്ന് നീ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് നിലനിൽക്കണ്ടായോ? അവരുടെ നിലനിൽപ്പിന് വേണ്ടി അവർ ചെയ്തൊരു ഉപായമാണ്. അവർ കോലാട് കൊറ്റനെ കൊന്നു. എന്നിട്ട് ജോസഫിന്റെ അങ്കി എടുത്തു, അത് വേണേ കല്ലിലൊക്കെ ചതച്ച് ഒരു പരുവത്തിലാക്കി കാണും. എന്നിട്ട് അതിന്മേൽ ആടിന്റെ രക്തം പുരട്ടി. ഈ 10-ൽ ഒരുവനാണോ അതോ മറ്റാരാണോ ഈ അങ്കിയുമായിട്ട് യാക്കോബിന്റെ മുമ്പിൽ ചെല്ലുവാനിടയായി തീർന്നു. യാക്കോബിന് വന്ദനം ചൊല്ലി അവരിങ്ങനെ പറഞ്ഞു. അതിന്റെ സ്തോത്രം 30-ാമത്തെ വാക്യത്തിൽ മുതൽ നോക്കുമ്പോൾ സഹോദരന്മാരുടെ അടുക്കൽ വന്നു. ബാലനെ കാണുന്നില്ലല്ലോ, ഞാനിനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിലില്ല എന്ന് കണ്ട് തന്റെ വസ്ത്രം. രൂബേൻ ആള് ശരിയല്ലെങ്കിലും മനസാക്ഷിയുള്ളവനായിരുന്നു. ജോസഫിനെ സഹോദരന്മാർ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ സംഘബലം ബാക്കിയുള്ള 9 പേർക്കാണ്. അതുകൊണ്ട് ഈ ഒരുവനായ രൂബേന് ഒറ്റയ്ക്കൊന്നും ചെയ്യാനൊക്കാത്തതുകൊണ്ട് അവിടെ മൗനം പാലിച്ചു. എന്നാൽ അവരോടുകൂടെ നിന്നു. മറ്റുള്ളവരുടെ ആലോചന സഭയിൽ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് രൂബേൻ ജോസഫിനെ പൊട്ടക്കണത്തിൽ ഇടുന്ന കാര്യത്തിൽ സഹകരിച്ചതും കൂടെ നിന്നതും. അദ്ദേഹത്തിന്റെ ഉന്നമിതായിരുന്നു, കുറച്ചു നേരം അവൻ അവിടെ കിടക്കട്ടെ, ഏതായാലും ഞങ്ങൾക്കെതിരെ ദൂഷണം പറഞ്ഞല്ലേ, ഒരു പാരക്കാരനാ, പകരക്കാരനല്ല, ഞങ്ങൾക്കെതിരെ പാര വെച്ചവനാ. അതുകൊണ്ട് ഒരല്പ ദിവസം അല്പസമയം അവിടെ കിടക്കട്ടെ, ഈ ബാക്കിയുള്ള 9 പേർ ഭക്ഷണമെല്ലാം കഴിഞ്ഞ ആടുകളുമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുമ്പോൾ എനിക്ക് വന്നവനെ രക്ഷിക്കണമെന്ന താല്പര്യത്തിൽ രൂബേൻ മറ്റുള്ളവർക്ക് പിടികൊടുക്കാതെ മാറി നിന്നു. രൂബേൻ ആടിനെ നോക്കി പോയ സമയത്താണ് അതിലൂടെ മിദ്യാന കച്ചവടക്കാർ വന്നത്. മിദ്യാന കച്ചവടക്കാർ വന്ന് അവര് ജോസഫിന് വില പറഞ്ഞു. ആ സമയത്ത് വന്നപ്പോഴാണ് മറ്റു സഹോദരന്മാർ തീരുമാനിച്ചു, നമ്മുടെ രക്തമല്ലേ, നമ്മൾ എന്തിനാ കൊന്ന അവന്റെ രക്തം താഴെ വീണ് ശിക്ഷ മേടിക്കുന്നത്, നമ്മൾ അവനെ കൊല്ലണ്ട, നമ്മുടെ സഹോദരൻ, അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, അവനെ എടുത്ത് ഈ കച്ചവടക്കാർക്ക് വിറ്റുകളയാം, വല്ലതും കിട്ടിയാൽ അത്രയാട്ടെ, ഏതായാലും അവനെ കൊല്ലാതിരിക്കുമല്ലോ, നമുക്കതിന് ഉപദ്രവം ഉണ്ടാകത്തില്ലല്ലോ എന്ന ചിന്തയിലാണ് സഹോദരന്മാർ 9 പേര് ചേർന്ന് ഇവനെ കുഴിയിൽ നിന്നെടുത്ത് അർത്ഥനഗ്നനായി, ഏതായാലും ഇട്ടുകൊണ്ടത് മേൽക്കുപ്പായൊക്കെ പോയി, കച്ചവടക്കാർക്ക് വിറ്റു. അവർ 20 വെള്ളിക്കാശ് കൊടുത്തു, അത് ഇവർ കീശയിലാക്കി. എന്നിട്ട് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മാറിയ സമയത്ത് രൂപ വീണ്ടും വരുന്നത്.
രൂപേൻ ആരും കാണാതെ കുഞ്ഞനിനെ അതിൽ നിന്ന് കയറുകയറ്റുവാൻ വന്നപ്പോഴാണ് കുഴിക്കാത്ത ആളില്ല, നിലവിളിയായി. അങ്ങനെയാണ് രൂപേൻ നിലവിളിക്കുന്നതാണ് 29-ാമത്തെ വാക്യത്തിൽ. രൂബേൻ തിരികെ കുഴിയുടെ അടുക്കൽ ചെന്നപ്പോൾ യോസഫ് കുഴിയിലില്ല എന്ന് കണ്ട് തന്റെ വസ്ത്രം കീറി സഹോദരന്മാരുടെ അടുക്കൽ വന്നു. ബാലനെ കാണുന്നില്ലല്ലോ, ഞാൻ ഇനി എവിടെ പോകേണ്ടു എന്ന് പറഞ്ഞു. പിന്നെ അവർ ഒരു കോലാട്ടുകൊറ്റനെ കൊന്നു. അവൻ രൂപേൻ തന്റെ നിലവിലാത്തെ വിളിച്ചു പറഞ്ഞു, സഹോദരനെ കാണുന്നില്ല, ഞാൻ എവിടെ പോവും? അവനെ അപ്പൻ്റെ ഒക്കെ അയക്കണ്ടായോ, എന്ത് ചെയ്യും എന്ന് ചിന്തിച്ചപ്പോഴാണ് മറ്റുള്ള അനുജന്മാർ പറഞ്ഞു, അച്ചാച്ചൻ ചുമ്മാതിരിക്കുക, ചേട്ടൻ ചുമ്മാതിരിക്കുക, പ്രയാസപ്പെടാതെ, ടെൻഷൻ ആകാതെ, കൂൾ ഡൗൺ, നമുക്കൊരു കാര്യം ചെയ്യാം, ഞങ്ങൾ അവനെ വിറ്റു. എന്നിട്ട് അവനോട് പറഞ്ഞു, ഇനി അടുത്ത പദ്ധതി അവർ ആവിഷ്കരിച്ചു. അങ്ങനെയാണ് ഒരു കോലാടിനെ കൊന്നു. ജോസഫിന്റെ അങ്കി അവരാ കോലാടിന്റെ രക്തത്തിൽ മുക്കി അവരതിനെ യാക്കോബിന്റെ പക്കൽ കൊടുത്തയക്കുവാൻ തക്കണമിടയായി തീർന്നു. യാക്കോബിന്റെ പക്കൽ ചെന്നപ്പോൾ യാക്കോബ് അത് കണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അവർ യാക്കോബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് അറിയത്തില്ല. ജോസഫിന്റെ സഹോദരന്മാരെ, രൂപേൻ തൊട്ട് താഴോട്ട് 10 പേരെ, നിങ്ങൾക്കറിയത്തില്ലേ ജോസഫിനെ എന്തു ചെയ്തു എന്നുള്ളത്? ജോസഫ് അവിടെ വന്നത് മുതൽ മിസ്രൈമ കച്ചവടക്കാർക്ക് അവനെ വിൽക്കുന്നത് വരെയുള്ള സകല ചരിത്രവും നിങ്ങൾക്ക് അറിയത്തില്ലേ? എന്നിട്ടും ഇപ്പോൾ നിങ്ങൾ അപ്പനെ പൊട്ടം കളിപ്പിക്കുക, ഞങ്ങൾക്കറിയത്തില്ല. ഇവർ ഭക്തന്മാരാണ്. ഈ 10 പേര് ഒരു പ്രയാസമില്ലാതെ, ഒരു മനസാക്ഷിക്കുത്തില്ലാതെ, സ്തോത്രം, അവർ അപ്പൻ്റെ അടുക്കൽ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന്. പക്ഷെ അറിയാവുന്ന ദൈവം ഇവരെ പിന്നത്തേതിൽ അവരെ കണ്ടെത്തി. വേണമെങ്കിൽ ഒരു മറുവശമുണ്ടെന്ന് പറയാം. ഈ യാക്കോബ് ആള് ശരിയല്ലായിരുന്നല്ലോ, ഉബായി എന്നാണ് പേര്. പിന്നത്തേൽ ഇസ്രായേൽ ആയെങ്കിലും പണ്ട് ചെയ്തതെല്ലാം ദൈവം യാക്കോബിനെ തിരിഞ്ഞ് ചിന്തിപ്പിക്കുവാനും പഠിപ്പിക്കുവാനൊക്കെ തുടങ്ങി. യാക്കോബിന്റെ യൗവനകാലത്ത് സഹോദരനെ പറ്റിച്ച് അപ്പനെ പറ്റിച്ച് അനുഗ്രഹം പ്രാപിക്കാൻ മൂത്തവന്റെ വേഷം കിട്ടിയതാണ്. ജ്യേഷ്ഠ സഹോദരനായ യേശാവിന്റെ വസ്ത്രം ധരിച്ച് ശരീരത്തിന്മേ ആടിന്റെ രോമമുള്ള ആടിന്റെ രോമാവൃതമായ തുവൽ പുതച്ച് അതിനു മീതെ യേശാവിന്റെ ഷർട്ടിട്ട് വസ്ത്രം ഇട്ട് അപ്പനെ കണ്ണു കാണാത്ത ഇസഹാക്കിനെ പറ്റിച്ച് അനുഗ്രഹം വാങ്ങിച്ചു പോയ ആളാണ് യാക്കോബ്. ആ യാക്കോബ് ഇപ്പോൾ അതേ അളവിൽ തിരിച്ചു പ്രാപിക്കുകയാണ്. അപ്പനെ ഉടുപ്പിട്ട് പറ്റിച്ചതുപോലെ ഇപ്പം ഈ അപ്പനെ മക്കൾ ഉടുപ്പ് കാണിച്ച് പറ്റിക്കുക. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ല. അങ്ങനെ ചിലതെല്ലാം തിരിഞ്ഞു വരുമ്പോൾ നമുക്ക് പലർക്കും മനസ്സിലാകത്തില്ല. ഇത് ഞാൻ എൻ്റെ അപ്പനോട് ചെയ്തതിന്റെ തിരിച്ചടിയായി എനിക്ക് കിട്ടുന്നത് എന്ന് യാക്കോബ് അന്ന് മനസ്സിലാക്കിയില്ല. പകരം യാക്കോബ്, സ്തോത്രം, ആ വസ്ത്രവും കൈ പിടിച്ച് തന്റെ മനസാക്ഷിയിൽ വെറ്റ് പ്രശ്നമൊന്നും ഇല്ലാത്തവനായി യാക്കോബ് സ്വയം നീതീകരണമൊക്കെ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കും. യോബിന്റെ പുസ്തകം 36-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം
ഇയ്യോബിന്റെ പുസ്തകം 36 അധ്യായം 8 വാക്യം നാം വായിക്കുമ്പോൾ, ഹല്ലേലൂയ, മനുഷ്യർ അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ക്ഷാമം വന്നതുകൊണ്ടും പണമില്ലാത്തതുകൊണ്ടുമാണ് ഞാനിപ്പോൾ കഷ്ടതയിലായെന്ന് ആരും ചിന്തിക്കരുത്. ഇതിനെല്ലാം പിന്നിലൊരു ദൈവപ്രവൃത്തിയുണ്ട്. ഇവിടെ ഇയ്യോബ് തന്നെ മറ്റുള്ളവരോട് പറഞ്ഞതാ, അല്ലെ, എലീഹു പറയുന്നതാണ്, അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടും. കഷ്ടതയാകുന്ന പാശം, കയറ്, കഷ്ടത കടന്നു വരുമ്പോൾ, എണ്ണ മേടിക്കാൻ കാശില്ലാതെ വരുമ്പോൾ, തേച്ചു കുളിക്കാൻ സോപ്പില്ലാതെ വരുമ്പോൾ, വണ്ടിക്കൂലിക്ക് കാശില്ലാതെ വരുമ്പോൾ, കഞ്ഞിവെക്കാൻ അരിയില്ലാതെ വരുമ്പോൾ, ഭർത്താവിനെ പഴിച്ചിട്ടോ ഭാര്യയെ പഴിച്ചിട്ടോ മക്കളെ പറഞ്ഞിട്ടോ അപ്പനെ അമ്മയെ പറഞ്ഞിട്ടോ നാട്ടുകാരെ പറഞ്ഞിട്ടോ സഹോദരന്മാരെയോ കുടുംബക്കാരെയോ കൂട്ടു ശുശ്രൂഷകരെയോ ജ്യേഷ്ഠനെയോ അനുജനെയോ മറ്റാരെയും പഴിച്ചിട്ട് കാര്യമില്ല. അവിടെ മുഴങ്കാലിരുന്ന് കർത്താവെ ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിക്കണം എന്നാണ് ഇയ്യോബ് നമ്മളോട് എല്ലാവരോടും ബുദ്ധി ഉപദേശിക്കുന്നത്. സ്തോത്രം. കഷ്ടതയുടെ പാശങ്ങളാൽ പിടിക്കപ്പെടും. അപ്പോൾ തന്നെ മറ്റൊരു വാക്യം നമുക്ക് വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം തന്നെ, സ്തോത്രം, അതിന്റെ 13 അധ്യായത്തിന്റെ 26 വാക്യം മുതൽ. ഇയ്യോബിന്റെ പുസ്തകം 13 അധ്യായം അതിന്റെ 26 വാക്യം മുതൽ. കൈപ്പായുള്ളത് നീ എനിക്ക് എഴുതി വെച്ചു, എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു. ഇയ്യോബ് വിളിച്ചു പറയുക, ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കാൻ കാരണം എന്റെ ഭാര്യ എന്നെ തള്ളിപ്പറഞ്ഞ് എന്നെ മരണത്തിലേക്ക് ഏൽപ്പിച്ചു വെച്ച് വിട്ടുപോകാൻ കാരണം, എന്റെ മക്കൾ നശിക്കുവാൻ, എന്റെ വസ്തുവകകൾ, എന്റെ കന്നുകാലികളെല്ലാം നശിക്കുവാൻ, അത് മാത്രമല്ല എന്റെ ശരീരം മുഴുവൻ പൊട്ടി അളിയുവാൻ, പഴുത്ത് വ്രണങ്ങൾ വേദനയോടുകൂടി പൊടിയിലിരിക്കുവാൻ, ചാരത്തിലിരിക്കാൻ കാരണം യോബിന് മനസ്സിലായി. ഏറ്റുപറയുകയാണ്, സ്തോത്രം, കയ്പായുള്ളത് നീ എനിക്ക് എഴുതി വെച്ചു. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ആരെങ്കിലും സർവശക്തൻ ദൈവം എനിക്ക് കയ്പായതുള്ള എഴുതി വെച്ചു എന്ന് പറയുന്നുവെങ്കിൽ, അല്ല ചിന്തിക്കുന്നുവെങ്കിൽ, ഹൃദയത്തിൽ അങ്ങനെ നിരൂപണം വരുന്നുവെങ്കിൽ, ഒന്ന് പുറകോട്ട് വിചിന്തനം ചെയ്യുന്ന തിരിഞ്ഞു നോക്കേണ്ടത് നന്നായിരിക്കും, ഏറ്റവും നന്നായിരിക്കും. എന്ന് പറയാ, കയ്പായുള്ളത് നീ എനിക്ക് എഴുതി വെച്ചു. നഷ്ടങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, സ്തോത്രം, പുറകോട്ട് തിരിഞ്ഞു നോക്കുവാനിടയാകട്ടെ. അനുദപിക്കുവാനും മാനസാന്തരപ്പെടുവാനും അവസരം എടുക്കുന്നുവെങ്കിൽ അത് വളരെ നന്നായിരിക്കും. വായിക്കുന്നത് ഇങ്ങനെയാണ്, കയ്പായുള്ളത് നീ എനിക്ക് എഴുതി വെച്ചു, എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ നീ എന്നെ അനുഭവിക്കുമാറാ. അതുകൊണ്ട് ഇപ്പോൾ യൗവനക്കാരാ, അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകം, യൗവനക്കാരാ, എന്റെ യൗവനകാലത്ത് നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ പൊയ്ക്കോ. ഇപ്പൊ ആരും ചോദിക്കാനും പറയാനുമില്ല. ഈ ദിവസങ്ങളിലായി കേൾക്കുന്ന ഭാരപ്പെടുത്തുന്ന അനേക വിഷയങ്ങളുണ്ട്. മാതാപിതാക്കളെ വിട്ട് വിദേശത്ത്, മറ്റു സ്ഥലങ്ങളിൽ, സ്വദേശത്തും വിദേശത്തും പഠിക്കുവാൻ പോയ, ചെറിയ ക്ലാസ് മുതൽ MBBS അതിനപ്പുറവും ഒക്കെ പഠിക്കാൻ പോയ യുവാക്കന്മാർ അന്യരാജ്യങ്ങളിൽ ഇതര സമുദായസ്ഥരോടുകൂടി ലിവിങ് ടുഗദർ. അപ്പനും അമ്മയും ഞായറാഴ്ച സാക്ഷി പറയുമ്പോൾ എൻ്റെ മകൻ, എൻ്റെ മകള് MBBS പോയതാ, അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സാക്ഷി പറയുമ്പോൾ, ആ പെൺകുട്ടികൾ, ആ ആൺകുട്ടികൾ
ജീവിതത്തിന്റെ എല്ലാ പാപ വഴികളിലൂടെയും പലരും പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പലരും പാപ വഴികളിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ആരാധനയ്ക്ക് യോഗത്തിനും വിളിച്ചാൽ അവർക്ക് വരാനായിട്ട് മനസ്സുണ്ടാകുന്നില്ല. പലരും എല്ലാ സദാചാര സീമകളെയും ലംഘിച്ചുകൊണ്ട് വിശ്വാസത്തിൽ വന്നവരുടെ മക്കൾ തങ്ങളുടെ കയ്യിലുള്ള പുസ്തകത്തെ മാറ്റിവെച്ച്, സ്നാനം രക്ഷയെല്ലാം മാറ്റിവെച്ച്, ആഭരണം ധരിക്കാത്തവർ ആഭരണധാരികളായി എല്ലാ തരത്തിലുമായി തീർന്ന യുവാക്കന്മാർ യൗവനത്തിലെ തിളപ്പിൽ, പണത്തിന്റെ ആവശ്യത്തിൽ എന്ന് വേണേ പറഞ്ഞ് ലിവിംഗ് ടുഗദറായി നീണ്ട നാളുകൾ, 5-6 വർഷങ്ങൾ അന്യരാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ താമസിച്ച് പിടിക്കുന്നില്ല. പലപ്പോഴും ചിലർ നാട്ടിൽ നിന്ന് ചെല്ലുന്ന ആളുകളുടെ മുമ്പിൽ ചാടാറുണ്ട്. എന്നാൽ അവരത് കഴിഞ്ഞ് വിശുദ്ധ വിവാഹമൊക്കെ നടത്തി അവര് പോകുമ്പോൾ പിന്നത്തേതിൽ പലർക്കും വേണ്ടി പ്രാർത്ഥിക്കേണ്ട അവസരങ്ങൾ വരികയാണ്. അതുകൊണ്ടൊരു കാര്യം ഓർത്തുകൊള്ളുക, ആരായിരുന്നാലും, അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും, ശുശ്രൂഷകരായാലും കുടുംബസ്ഥരായാലും അല്ലാത്തവരായാലും, ജീവിതത്തിൽ പാളിച്ച സംഭവിച്ചാൽ നിശ്ചയമായും അത് കർത്താവ് എഴുതി വെക്കും. കർത്താവ് പറയുന്നത്, കൈപ്പാഴുള്ളത് നീ എനിക്ക് എഴുതി വെച്ചു. വെളിപ്പാട് പുസ്തകം ഓർമ്മയുടെ പുസ്തകം എടുക്കും. ന്യായവിസ്താരത്തിൽ ജീവന്റെ പുസ്തകം എടുക്കുന്ന കൂടി മറ്റു പുസ്തകം എടുക്കും, ഓർമ്മയുടെ പുസ്തകം എടുക്കും. ഈ യൗവനകാലത്ത് ചെയ്തതല്ല എഴുതി വെച്ച പുസ്തകം എടുത്ത് വായിക്കും. അവിടെ ഇരിക്കുന്ന പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം, അതിന് തക്കവണ്ണം ഓരോരുത്തന് അവനവന് ചെയ്തതെല്ലാം ഭവിച്ചു എന്നാ. എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കും. ഇപ്പം വരുന്ന നഷ്ടം വന്നപ്പോൾ പലരും ഈ ലിവിംഗ് ടുഗദറിൽ അവരുടെ ഉള്ളിൽ ഉരുവായ ജീവനെ നശിപ്പിച്ചേച്ച് പിന്നെ വിവാഹിതരായ ശേഷം കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നടക്കുക. തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പറയാ, എന്റെ യൗവനത്തിലെ അകൃത്യങ്ങൾ, ദേഹമാസകലം ചൊറിയും ചിറങ്ങും എല്ലാം വരിക. യൗവനത്തിലെ അകൃത്യങ്ങൾ എന്നെ അനുഭവിക്കുമാറാക്കുന്നു. എന്നിട്ടോ എന്റെ കാൽ ആമത്തിലിട്ടു. മുന്നോട്ട് പോകാൻ മേല, ദിശ കിട്ടിയാലും പോകാനൊക്കെയാണ്. ഏതെങ്കിലും ഭാഗത്ത് പരാജയം വരും. കാലാമത്തിലിട്ടു. കാണാനൊന്നും പറ്റുന്നില്ല, പക്ഷെ കാലാമത്തിലിട്ടു. എന്റെ നടപ്പെല്ലാം നീ കുറിച്ചു വെച്ചു. എന്റെ കാലടികളുടെ ചുറ്റും വര വരയ്ക്കുന്നു. എന്നിട്ടോ എന്റെ കാലടികളുടെ ചുറ്റും നീ വര വരച്ചു. ഈ ജനം ചീഞ്ഞഴുകിയ വസ്ത്രം നോക്കുക. അങ്ങനെ എന്റെ കാലടികളുടെ ചുറ്റും വരയുണ്ട്. ദൈവം വരച്ചു വെച്ചു. ഇനി മറ്റൊരു ഭാഗം വായിക്കാം. 14-ാം അധ്യായത്തിന്റെ 16-17 യോബിന്റെ പുസ്തകം. ഇപ്പോഴോ നീ എന്റെ കാലടികളെ എണ്ണുന്നു. ഇപ്പോഴോ നീ എന്റെ കാലടികളെ എണ്ണുന്നു. എന്റെ പാപത്തിന്മേൽ നീ ദൃഷ്ടി വെക്കുന്നില്ലയോ? സ്തോത്രം. എന്റെ പാപത്തിന്റെ മേൽ നീ ദൃഷ്ടി വെച്ചില്ലയോ? എന്റെ അതിക്രമം ഒരു സഞ്ചിയിലാക്കി മുദ്രയിട്ടിരിക്കുന്നു. എന്റെ അകൃത്യം നീ കെട്ടി പറ്റിച്ചിരിക്കുന്നു. മതി. അതുകൊണ്ടാണ് പറയുന്നത്, യൗവനക്കാരാ, നിന്റെ യൗവനകാലത്തിന് ഇഷ്ടം പോലെ ജീവിച്ചു. പക്ഷെ ഇതെല്ലാം വെച്ചൊരു വിസ്താരത്തിൽ വരുന്നൊരു ദിവസമുണ്ട്. ആ വിസ്താര വരുമ്പോൾ അതിനകത്ത് നിലനിന്ന് പോകാതെ പലരും പുറകോട്ട് പോകുന്നതും, ഇന്ന് അനേക വിശ്വാസത്തിൽ നിന്നവർ അനേകർ സമുദായങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ സമുദായത്തെക്കാൾ അല്പം മേലേറ്റ എന്ന പെന്തക്കോസ് എന്ന് പറയപ്പെടുന്ന ഒരു കൾട്ടായ, വിവാഹം കഴിക്കാത്ത
ശുശ്രൂഷകരും ഒരുമിച്ച് താമസിക്കുന്ന, പാർത്ത് പ്രവർത്തിക്കുന്ന, വെള്ളയൊക്കെ ധരിച്ചിരിക്കുന്നത്. പക്ഷെ അത് കൾട്ട. മുഖ്യധാരാ സഭകളിൽ നിന്ന് പലരിൽ നിന്ന് അതിനകത്തോട്ട് പോവുക. കാരണം അവിടെ ആരും ഒന്നും ചോദ്യവുമില്ല, പറച്ചിലുമില്ല. വന്നോണം, നിന്നോണം, പൊക്കോണം. പിന്നെ ദശാംശ സ്വോത്രരാജ്യം കൊടുത്തോണം. അതിന് വിരോധമില്ല, കൊടുക്കുന്നതൊന്നും മടിയൊന്നുമില്ല. പക്ഷെ ഒടുവിലെന്ത് ചെയ്യും? ഈ ദിവസങ്ങൾ അങ്ങനെയുള്ള സമൂഹത്തിലേക്ക് വലിയൊരു ഒത്തൊഴുക്ക് നടക്കുക. പലരും പുറകോട്ട് പോവുകയാണ്. ഇവിടെ കർത്താവ് പറയാണ്, ഈ യോബ് എന്റെ പാപത്തിന്റെ മേൽ നീ ദൃഷ്ടി വയ്ക്കുന്നു, എന്റെ കാലടികളുടെ എണ്ണം, കാലടികളെ എണ്ണുന്നു. സ്തോത്രം. അപ്പൊ ചിലതെല്ലാം സംഭവിക്കുമ്പോൾ മറക്കാതെ ഓർക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. അത് തന്നെയല്ല, അവിടെ തന്നെ യോബിന്റെ പുസ്തകത്തിൽ മറ്റൊരു ഭാഗത്ത് അങ്ങനെ കാണുന്നത്, ആകാശം എന്റെ അകൃത്യത്തെ വെളിപ്പെടുത്തുന്നു. ആകാശം എന്റെ അകൃത്യത്തെ വെളിപ്പെടുത്തുന്നു, എനിക്കെതിരെ ആകാശം നിൽക്കുന്നു. 20-ാം അധ്യായം 17-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന്റെ ദൈവം പറയാണ്, 20-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം. ആകാശം അവന്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും. ആകാശം അകൃത്യത്തെ വെളിപ്പെടുത്തും. ഇന്ന് പലരും CCTV ക്യാമറയിൽ കുടുങ്ങി പുറത്തു വരുന്നത് പോലെ, ഇതൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യോബിലൂടെ പറയുകയാണ്, ആകാശം ഇതെല്ലാം വെളിപ്പെടുത്തുമെന്ന്. ആകാശം അവന്റെ അകൃത്യത്തെ വെളിപ്പെടുത്തും. എന്നിട്ടോ ഭൂമി അവനോട് എതിർത്ത് നിൽക്കും. ഇന്ന് സാക്ഷി പറയാൻ ആരുമില്ലെങ്കിലും ഭാരപ്പെടണ്ട. ആകാശവും ഭൂമിയും ഒന്ന് സത്യത്തിന് സാക്ഷികളായി മാറും. സ്തോത്രം. ആകാശവും ഭൂമിയും ഒന്ന് സത്യത്തിന് സാക്ഷികളായി മാറും. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും എന്താ പരാജയം എന്നറിഞ്ഞ് ചിന്തിച്ച് ചോദിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ എനിക്കൊരു വേറെ സംസ്ഥാനത്ത്, കേരളം വരെ സംസ്ഥാനത്ത് ചെന്നപ്പോൾ അവിടെ ഒരു ചർച്ചിലെ ഉപവാസപ്രാർത്ഥന കഴിഞ്ഞ് ആ സഭയിലെ ഒരാളെന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി, ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. എയർഫോഴ്സ്, നേവി, ആർമി 3 കോറാണ് ഭാരതത്തിനുള്ളത്. അതിലൊരു കോറ് അതിനായിട്ട് ഉൾപ്പെട്ടിരുന്ന വളരെ ഉന്നതനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് അറിയേണ്ടത് പലതും. മക്കൾ ശരിയല്ല, കുടുംബ സ്വസ്ഥതയില്ല, വലിയ തുക പെൻഷൻ കിട്ടുന്നുണ്ട്, ഒന്നിനും തികയുന്നില്ല, പലതും വിചാരിച്ചു പോലെ നടക്കുന്നില്ല, മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം ഒന്നും നടക്കുന്നില്ല. എന്താ കാര്യമെന്ന് അറിയേണ്ടത്. പ്രാർത്ഥനയ്ക്കായി അവിടെ ചെന്നു. വെറുതെ അദ്ദേഹം ഒരു ഭക്ഷണത്തിന് വേണ്ടിയാണ് തോന്നുന്നു വിളിച്ചത്. അതിനവിടെ അദ്ദേഹത്തെ ഉന്നം ഇതായിരുന്നു, എന്താണെന്ന് അറിയണം. അവിടെ ചെന്നപ്പോൾ ഭക്ഷണാനന്തരം പ്രാർത്ഥനയ്ക്കായി ഇരുന്നപ്പോൾ ഞാൻ കാണുന്നത് ഇന്ത്യൻ മിലിറ്ററിയുടെ വലിയൊരു പാറ്റൻ ടാങ്കിന്റെ ഒരു മോഡൽ അദ്ദേഹത്തിന്റെ TV ആ വലിയ ഷോക്കേസിനകത്ത് പ്രദർശിപ്പിച്ചിരിക്കുന്നു. വെങ്കലമാണ്, എന്നാൽ പൊന്നു പോലെ തിളങ്ങുന്ന ഒരു പാറ്റൻ ടാങ്കിന്റെ ചെറു പതിപ്പ് അവിടെ ഇരിക്കുന്നു. കർത്താവ് എന്നെ പറഞ്ഞു, ഇവൻ ഇത് തന്റെ ഓഫീസിൽ നിന്ന് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. തിരുവനന്തപുരം ഭാഷയെ പറഞ്ഞ് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സർ, വളരെ മനോഹരമായിരിക്കുന്നു ആ പാറ്റൻ ടാങ്കിന്റെ പതിപ്പ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അതെ. ഞാൻ പറഞ്ഞു, ഇതൊരു ചെറുതാണ് സാർ, ഇത് ഇവിടെ കൊണ്ടുവന്നല്ലേ? കൊണ്ടുവന്നു. നമ്മൾ ഇതിന്റെ ഒറിജിനൽ ഈ വീട്ടില് കയറ്റിയിടാൻ സൗകര്യം ഇല്ലാഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ റിട്ടയറായി വന്നപ്പോഴത്തേക്ക് അതേലൊരെണ്ണം ഉരുട്ടിക്കൊണ്ടെങ്കിൽ പോരുകയില്ലായിരുന്നു എന്ന് ചോദിച്ചു. വളരെ തിരക്കേറിയ പട്ടണത്തിൽ, ജനസാന്ദ്രതയുള്ള പട്ടണത്തിൽ
മര്യാദയ്ക്ക് കാറുകൾ പാർക്ക് ചെയ്യാൻ പോലും സൗകര്യമില്ലാത്ത സ്ഥലത്ത് എങ്കിലും ഇദ്ദേഹത്തിന് 1, 2, 3 കാറ് പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട് മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, വണ്ടികളിരുന്നിട്ട് പാർക്ക് ചെയ്യാൻ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ ബ്രദർ ഇതേലൊരെണ്ണം ഇനി ഉരുട്ടിക്കൊണ്ട് പോയിരുന്നു ചോദിച്ചു. അല്ലേ? അതുവരെ ഉത്സാഹഭരിതനായ മനുഷ്യൻ ദൈവശബ്ദത്തിന് മുമ്പിൽ പതറി. അല്പസമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു, ഒരു പാട്ടൊക്കെ പാടി. മ്ലാനവതനായിരുന്ന മനുഷ്യൻ പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ദേവദാസനെ, ഞാൻ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത് എനിക്ക് ചില കാര്യങ്ങൾ അറിയാൻ വേണ്ടിയായിരുന്നു. എനിക്ക് മുന്നോട്ട് പോകാൻ ഒക്കുന്നില്ല. വിദേശത്തേക്ക് പോകാൻ താല്പര്യമുണ്ട്. വിസ ശരിയായി, സകലവും ശരിയായി, പക്ഷെ പോകാൻ പറ്റുന്നില്ല. NOC കിട്ടി, എനിക്ക് റിട്ടയർ ആയതുകൊണ്ട് വേണ്ട, എങ്കിലും ഞാൻ അതുകൂടെ എടുത്തു. പക്ഷെ എന്ത് ചെയ്തിട്ടും എനിക്കൊരു വിദേശ യാത്ര പറ്റുന്നില്ല, ജോലിക്ക് മനക്കുന്നില്ല. നാട്ടിൽ പോയി കേരളത്തിൽ പോയി പാർത്താക്കൊള്ളാമെന്നുണ്ട്, അതിനുവേണ്ടി ഞാൻ ശ്രമിച്ചു, അതും പറ്റുന്നില്ല. ഭാര്യയ്ക്ക് മേല, മക്കൾക്ക് എന്ന് വേണ്ട എല്ലാം. ആ സമയത്ത് ഈ വാക്യം പറഞ്ഞു, എന്റെ കാല് ഞാൻ ആമത്തിലിട്ടു, അതെല്ലാം കുറിച്ചു വെച്ചു. പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞ വാചകങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാ ദേവദാസനെ, എന്റെ കാല് ആമത്തിൽ കിടക്കുക. പക്ഷെ ആമത്ത് വീഴാനുള്ള കാരണം എനിക്ക് മനസ്സിലായി. എനിക്ക് ഇപ്പോൾ വണ്ടി ഇടാൻ സൗകര്യമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ ആ ശബ്ദത്തെങ്കിൽ എനിക്ക് മനസ്സിലായി. അദ്ദേഹം ആ സേനയിലുണ്ടായിരുന്ന സമയത്ത് പെരുത്ത ശമ്പളവും മറ്റ് അലവൻസുകളും എല്ലാ പ്രിവിലേജും അനുഭവിച്ചിരുന്ന ആ മനുഷ്യൻ ഭാരത സർക്കാരിൽ നിന്ന് ആവശ്യം പോലെ എന്തെല്ലാം മാറ്റിവെക്കാമോ അതെല്ലാം എടുത്തു. അനധികൃതമായി വളരെ സമ്പാദിച്ചു. പക്ഷെ അതെല്ലാം ഇപ്പൊ അദ്ദേഹത്തിനെതിരെ നിൽക്കുക. ആകാശം അവന്റെ ആകൃതത്തെ വെളിപ്പെടുത്തി, ഭൂമി അദ്ദേഹത്തോട് എതിർത്ത് നിൽക്കുവാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, യോബിന്റെ പുസ്തകത്തിൽ നാം 36-ാം അധ്യായത്തിൽ വായിച്ചത്, അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കഷ്ടതര പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. 94-ാം സങ്കീർത്തനം അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ വളരെ അർത്ഥവത്തായ ഒരു പദപ്രയോഗമുണ്ട്. സങ്കീർത്തനക്കാരൻ ദാവീദ് ദൈവം ഭാഗം വിളിച്ചു പറഞ്ഞ കാര്യമാണ്. 94-ാം സങ്കീർത്തനം അതിന്റെ 15-ാമത്തെ വാക്യം, ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും, പരമാർത്ഥ ഹൃദയമുള്ള എല്ലാവരും അതിനോട് യോജിക്കുമെന്ന്. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരും, പരമാർത്ഥ ഹൃദയമുള്ളവരൊക്കെയും അതിനോട് യോജിക്കും. ഒരു ന്യായവിധി ഉണ്ടാകുമ്പോൾ, കയ്യോ കാലോ ഒടിയുമ്പോൾ, അസ്ഥാനത്തൊരു പനി വരുമ്പോൾ, നഷ്ടങ്ങളുടെ ഘോഷയാത്ര തന്നെ കടന്നു വരുമ്പോൾ, സ്തോത്രം, വളരെ വാറണ്ടിയും ഗ്യാരണ്ടിയുമുള്ള സാധനം നമ്മൾ വാങ്ങിയാലോ നഷ്ടമാകുമ്പോൾ തിരിച്ച് വാറണ്ടി ഇല്ല, ഗ്യാരണ്ടി ഇല്ലാതെ വരുമ്പോൾ, ഡീലർ കൈമലർത്തുമ്പോൾ ഓർത്തോണം, ന്യായവിധിയാണ്. ഞാൻ നീതിയിലേക്ക് തിരിഞ്ഞു വരുവാൻ പരമാർത്ഥ ഹൃദയം ഉണ്ടെങ്കിൽ നമ്മൾ അതിനോട് യോജിക്കും. ഇല്ലെങ്കിൽ എല്ലാവർക്കും ഇടിവെട്ടി, എനിക്ക് ഇടിവെട്ടി. എല്ലാവരുടെയും മഴവെള്ളപ്പാച്ചിൽ കൊണ്ടുപോയി, എന്റേതും കൊണ്ടുപോയി. എല്ലാവരുടെ മക്കളും തോറ്റു, എന്റെ മക്കളും തോറ്റു. എല്ലാവർക്കും പനി വന്നു, എനിക്കും പനി വന്നു. എല്ലാവരുടെ വീട്ടിലും വെള്ളം കയറി, എന്റെ വീട്ടിലും വെള്ളം കയറി. സ്തോത്രം. ന്യായവിധി നീതിയിലേക്ക് തിരിഞ്ഞു വരണം. പരമാർത്ഥ ഹൃദയമുണ്ടെങ്കിൽ നമുക്ക് അതിനോട് യോജിക്കുവാൻ കൊണ്ട് എവിടെയായിട്ട്. സ്തോത്രം. അവിടെ ആകാശം അവനോട് എതിർത്ത് നിൽക്കും, ഭൂമി അവന്റെ അകൃത്യത്തെ എല്ലാം വിളിച്ചു പറയും. എന്നിട്ടോ ഇവിടെ 36-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്കിൽ, അവർ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കഷ്ടതര പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും.
എന്നിട്ടോ അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു, അവർ നീതികേട് വിട്ടു തിരിയുവാൻ കൽപ്പിക്കുന്നു. കഷ്ടതയിലായിരിക്കുമ്പോൾ അതെനിക്ക് ഗുണമായി, ഞാൻ കഷ്ടതയിലായ ഗുണമായി എന്ന് പറയുവാൻ, നിന്റെ വചനത്തിലേക്ക് തിരിയുവാൻ, സ്തോത്രം, അതെനിക്ക് ഗുണമായി എന്ന് പറയുവാൻ ഇടയായാൽ, കഷ്ടത വന്നെനിക്ക് നന്നായി, അത് കർത്താവിന്റെ വചനങ്ങളെ അനുസരിപ്പാൻ എനിക്ക് ഇടയായല്ലോ എന്ന് പറഞ്ഞാൽ നന്നാകുന്നതാണ് മാനസാന്തരപ്പെടുന്ന ലക്ഷണമാണ്. സ്തോത്രം, ഞാൻ കഷ്ടതയിലാണ് എനിക്ക് ഗുണമായി എന്ന് പറയുന്നത്. സ്തോത്രം. എന്നിട്ടോ ലംഘനങ്ങൾ കാണിച്ചു കൊടുക്കുക മാത്രമല്ല, അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കുന്നു, അവർ നീതികേട് വിട്ടുതിരിയുവാൻ കൽപ്പിക്കുന്നു. അന്നേരം ഷോർട്ട് കട്ട് കിട്ടി മരത്തിൽ ഏർമാടം കെട്ടി മോളിപ്പാർക്കാനല്ല. വന്യമൃഗം വന്നല്ലോ, ആന പോലും എത്തിപ്പിടിക്കാത്ത സ്ഥലത്തേക്ക്, തുമ്പിക്കൈ എത്താത്ത സ്ഥലത്ത് ഏർമാടം കെട്ടി മുകളിൽ കയറി രക്ഷപ്രാപിപ്പാനല്ല മനുഷ്യ. നിൽക്കുന്ന പ്രസ്ഥാനവും കൂട്ടായ്മയും വിട്ടേച്ച് അതിന് തുല്യമായി എന്ന് പറഞ്ഞ് വിവാഹം കഴിയാതെ കഴിക്കാത്ത പുരുഷനും സ്ത്രീയും ഒരുമിച്ച് പാർക്കുന്നിടത്ത് പോയി പ്രാർത്ഥിച്ച് ആരാധന കൂടി കിട്ടുന്നതിന്റെ കുറെ കൊണ്ട് അവിടെ കൊടുക്കാനല്ല പറഞ്ഞേക്കുന്നത്. ഞാൻ വാക്ക് ഇങ്ങനെ പറഞ്ഞത്, ഞാൻ കഷ്ടതയിലായി എനിക്ക് ഗുണമായി, നിന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ ഗുണമായി എന്നാ. സ്തോത്രം. അല്ലാതെ കഷ്ടത വരുമ്പോൾ ഏറുമാടം കെട്ടി മുകളിലോട്ടല്ല കയറേണ്ടത്. കഷ്ടതയിലാകുമ്പോൾ വിസ എടുത്ത് മാറിപ്പോവുകയല്ലേ വേണ്ടത്. കഷ്ടത വരുമ്പോൾ കടം മേടിച്ച് കൂട്ടുകയല്ല വേണ്ടത്. കഷ്ടതയിലാകുമ്പോൾ, സ്തോത്രം, ഇവിടെ അവൻ പറയാണ്, അവൻ അവരുടെ ചെവി പ്രബോധനത്തിന് തുറക്കും. മകനെ, മകളെ, തെറ്റിപ്പോയി മടങ്ങി വരിക. 119 സങ്കീർത്തനം 71 വാക്യമാണ്. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി. അപ്പൊ എന്തുകൊണ്ടാ കഷ്ടത വന്നത്? 94 സങ്കീർത്തനത്തിന്റെ 18 വാക്യത്തിൽ നാം വായിച്ചതുപോലെ 15 വാക്യത്തിൽ പരമാർത്ഥ ഹൃദയമുള്ളവൻ പറയുക, കഷ്ടത ഞാൻ നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായി ഗുണമായെന്ന്. 119 സങ്കീർത്തനം 119 സങ്കീർത്തനങ്ങൾ 71. നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. സ്തോത്രം. മനസ്സ് അത് പരമാർത്ഥ ഹൃദയമുള്ളവനത് പറയും. അങ്ങനെ പറയുമ്പോൾ അവരോടുള്ള ദൈവത്തിന്റെ ദൂതാണ്, അവർ നീതികേട് വിട്ടുതിരിയുവാൻ കൽപ്പിക്കുന്നു. അടുത്തത്, അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചുകൂട്ടും. ഈ കഷ്ടത വന്നപ്പോൾ അത് മനസ്സിലായി മടങ്ങി വന്നാൽ, പിന്നെ ദൈവത്തെ സേവിച്ചാൽ, ആരാധിച്ചാൽ, അവർ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിൽ, നാളുകൾ തോറും ഭാഗ്യക്കുറി കൊടുക്കുന്ന ഒരു സംസ്ഥാനവുമില്ല. പണ്ടുണ്ടായിരുന്നു കേരളത്തിൽ കൈരളി എന്ന് പറഞ്ഞ് ഓരോ ദിവസവും പിന്നെ അതിന്റെ എന്തുവാ ഈ പിന്നെ ഭാഗ്യക്കുറിയുടെ തെരഞ്ഞെടുപ്പല്ലേ, ലോട്ടറിയുടെ ഇത് നടത്തും. പക്ഷേ എല്ലാ ദിവസവും ഭാഗ്യം അടിച്ച എത്ര പേരുണ്ട്? ഞായർ തൊട്ട് അടുത്ത ശനിയാഴ്ച വരെ ഭാഗ്യക്കുറി അടിച്ചിട്ട് ഇത്ര ഭാഗ്യവാന്മാർ നമ്മുടെ കേരളത്തിലുണ്ട്, ലോകത്തുണ്ട്. വല്ലപ്പോഴും കൊണ്ട് അടിക്കുന്നത് ബാക്കി മുഴുവൻ സർക്കാർ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ നടത്തിപ്പുകാർ കൊണ്ടുപോവുക. എന്നാൽ തിരുവചനം പറഞ്ഞു, നിന്റെ നാളുകൾ ഭാഗ്യത്തിൽ. ഒരു ഭാഗ്യക്കുറി എടുക്കണ്ട, കാരുണ്യം എടുക്കണ്ട. സ്തോത്രം. ദൈവജനമേ, നാളുകൾ തോറും ഭാഗ്യത്തിൽ സഞ്ചരിപ്പാൻ തൊക്കണം. ഭാഗ്യക്കുറിയുടെ പുറകെ പോകണ്ട. കൈനോട്ടക്കാരന്റെ അടുക്കൽ കൊണ്ട് കൈ കൊടുക്കണ്ട. മുഖലക്ഷണം പറയുന്നതിന്റെ അടുക്കലേക്ക് മുഖമുയർത്തണ്ട. മറിച്ച് സഹായം വരുന്ന പർവ്വതങ്ങളിലേക്ക് മുഖമുയർത്തിയാൽ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. അതിന് വിശ്വാസം വിട്ടുവിഴുന്ന് പോകുകയല്ല വേണ്ടത്. ഹല്ലേലൂയ. അവിടേക്ക് അവർ കേട്ടനുസരിച്ച് അവനെ സേവിച്ചാൽ തങ്ങളുടെ നാളുകളെ ഭാഗ്യത്തിലും ആണ്ടുകളെ ആനന്ദത്തിലും കഴിച്ചു. ആണ്ടുകൾ ഭാഗ്യത്തിൽ, സന്തോഷത്തിലും ആനന്ദത്തിലും കഴിച്ചു വിടും. എന്നിട്ടോ അടുത്ത ഒരു
കേൾക്കുന്നില്ലെങ്കിലോ ഇത് കേൾക്കുന്നില്ലെങ്കിലോ അവർ വാളാൽ നശിക്കും, ഉം. ബുദ്ധിമോശത്താൽ മരിച്ചു പോകും. സ്തോത്രം. എന്നിട്ട് ഇത്രയൊക്കെ വന്നിട്ടും പഠിക്കുന്നില്ലെങ്കിൽ പിന്നെയും ദൈവത്തെ തോപ്പിച്ച്, ഭാര്യയെ തോപ്പിച്ച്, ഭർത്താവിനെ തോപ്പിച്ച്, അപ്പനെയമ്മയെ തോപ്പിച്ച്, മക്കളെ തോപ്പിച്ച്, വീട്ടുകാരെ തോപ്പിച്ച്, സഭക്കാരെ തോപ്പിച്ച് തന്നിഷ്ടപ്രകാരം പോകാനാണ് പദ്ധതിയെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തോട് പിണങ്ങി പോകാനാണ് പദ്ധതിയെങ്കിൽ, ദൈവം എന്നെ കൈവിട്ടു എന്ന് പറഞ്ഞ് ജീവിപ്പാനാണ് പദ്ധതിയെങ്കിൽ, ഒരു കാര്യം ഓർത്തോണം, ബുദ്ധിമോശത്താൽ മരിച്ചു പോകും. വാളാൽ നശിക്കും, ബുദ്ധിമോശത്താൽ മരിച്ചു പോകും. എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് പോയത്. നാം വായിച്ച തങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട കഷ്ടത പാശങ്ങളാൽ പിടിക്കപ്പെട്ടാൽ അവൻ അവർക്ക് അവരുടെ പ്രവൃത്തി അഹങ്കരിച്ചു പോയ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞു. ജോസഫിന്റെ സഹോദരന്മാർക്ക് സ്തോത്രം അത് മനസ്സിലായി. അതുകൊണ്ട് അവർ ഏറ്റുപറഞ്ഞ തങ്ങളെ തന്നെ സ്തോത്രം തങ്ങളെ തന്നെ തന്റെ കാര്യങ്ങൾ സ്തോത്രം ഏറ്റു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം അതിന്റെ 42-ാം അധ്യായം 28-ാമത്തെ വാക്യം. തന്റെ സഹോദരന്മാരോട് എന്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി, ഇതാ എന്റെ ചാക്കിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ജോസഫിന്റെ സഹോദരന്മാർ മിസ്രൈമിൽ ചെന്നു. ദൈവം അവരെ അവിടെ എത്തിച്ചു, ജോസഫിന്റെ കാൽക്കിൽ എത്തിച്ചു. ദൈവം പറഞ്ഞ ആലോചന നിവൃത്തിയാകണ്ടേ? ജോസഫിന്റെ മുമ്പിൽ സഹോദരന്മാർ നമസ്കരിക്കണ്ടേ? നമസ്കരിച്ചേ പറ്റൂ. തമ്പുരാൻ പറഞ്ഞു തന്ന നടന്നേ പറ്റൂ. ഇനി കൊന്നാലും. അതാണ് അബ്രഹാം പറഞ്ഞത്, എന്റെ മകൻ മരിച്ചാൽ ആ ചാരത്തിൽ നിന്ന് എനിക്ക് മോനെ തരാൻ ദൈവം മതിയായവനുള്ള ചിന്തയിലാണ് അബ്രഹാം മോനെ യാഗം കഴിക്കാൻ പോയത്. ഇവിടെ ഇതാ ജോസഫിന്റെ സഹോദരന്മാർ, യാക്കോബിന്റെ മക്കൾ, ഇതുവരെ നല്ല ബലത്തോടെ നടന്നവർ, ഒന്നിലും ഭാരമില്ലാത്തവർ, ഒരു മനസാക്ഷി കുത്തുമില്ലാത്തവർ, വളരെ ബോൾഡായിട്ട് നടന്നവർ, സഹോദരനെ വിറ്റ് കാശാക്കി അവന്റെ വസ്ത്രത്തിൽ രക്തം പുരട്ടി അപ്പനെ പറ്റിച്ച് എന്റെ മോന്റെ കിടക്കുന്നു എന്ന് പറഞ്ഞു നിന്ന തന്ത്രശാലികളും ബലശാലികളുമായവർ ഇപ്പോൾ അങ്ങോട്ട് കൊടുത്ത പണം, മിസ്രൈമിൽ ചെന്ന് ധാന്യത്തിന് അങ്ങോട്ട് കൊടുത്ത പണം വഴിയിൽ വെച്ച് ആഹാരത്തിന് വേണ്ടി എടുത്തപ്പോൾ ചാക്കിന്റെ വായ്ക്കൽ പണം കണ്ടപ്പോൾ അവർ ഒരുത്തനോട് പറയാ, തന്റെ സഹോദരന്മാരോട് എന്റെ ദ്രവ്യം എനിക്ക് തിരികെ കിട്ടി, ഇതാ എന്റെ ചാക്കിലിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു. സ്തോത്രം. എടാ, കൊടുത്ത പണം തിരിച്ചു കിട്ടിയ സന്തോഷിക്കല്ലേ വേണ്ടി? പ്രൈസ് ദി ലോർഡ്. കാർ വാങ്ങിക്കാൻ കൊടുത്ത പണം, കാറും കിട്ടി പണവും കിട്ടിയാലും കിട്ടിയിരിക്കും. അങ്ങോട്ട് കൊടുത്ത കാശ് ഇങ്ങോട്ട് തിരിച്ചു കിട്ടിയാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? ആഹ്ലാദിക്കല്ലേ വേണ്ടത്? മനം ഉയരുകയല്ലേ വേണ്ടത്? എന്നാൽ ഇവിടെ ഇതാ ജോസഫിന്റെ സഹോദരന്മാരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു. സഹോദരന്റെ മേൽ കൈ ഉയർത്തുവാൻ അവർക്കൊരു വിറയിലും ഉണ്ടായിരുന്നില്ല. സഹോദരനെ കടത്തിയിടാൻ അവരുടെ കരങ്ങൾ വിറച്ചില്ല. സ്തോത്രം. ഒരിക്കലൊരു മനുഷ്യൻ കൈക്കൂലി വാങ്ങിക്കുക. ആദ്യമായി അദ്ദേഹത്തിന്റെ പക്കൽ ലഭിച്ച പണം 40,000 രൂപയാണ്. എണ്ണപ്പെട്ട ഒരു സുവിശേഷകനാണ് ആ പണം കൊടുത്തത്. കർത്താവിന്റെ നാമത്തിൽ പേര് പറഞ്ഞ് നടന്ന ആ മനുഷ്യൻ കൈക്കൂലി കൊടുത്തപ്പോൾ അദ്ദേഹത്തെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കുവാൻ
ഇന്നത്തെ ED അതുപോലുള്ള പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഭവനത്തിൽ ചെന്ന ആളോട് പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് വന്ന ആള് സാറ് ഇവിടില്ല, സാറ് പുറത്തോട്ട് പോയിരിക്കുക, വണ്ടി ഇവിടെ കിടപ്പുണ്ട്, ഞാൻ അദ്ദേഹത്തെ പറമ്പിലോട്ട് പോയിരിക്കുക, പാടത്ത് പോയിരിക്കുക, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോവാ, സാറ് കയറാൻ പറഞ്ഞു. ഡ്രൈവർ എന്ന് പറഞ്ഞ ആള് ഇദ്ദേഹത്തിന്റെ ആസ്തി പരിശോധിക്കാൻ വന്ന ഉദ്യോഗസ്ഥനെ തന്റെ വാഹനത്തിൽ കൊണ്ടുപോയി പോകുന്ന വഴിക്ക് വഴിയിലെടുത്ത് നിർത്തിയേച്ച് പറഞ്ഞു, നിങ്ങൾ അന്വേഷിച്ച് വന്ന ആള് ഞാൻ തന്നെയാണ്. ഇദ്ദേഹം ഞെട്ടിപ്പോയി. കണ്ടാൽ അങ്ങനെ പറയുകയില്ല, അതുപോലത്തെ ഒരാളാണ്. അവിടെ ഇരുന്ന ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത് അദ്ദേഹം ഒരു പൊതി കൊടുത്തു. അന്ന് കാലത്ത് പണ്ട് കാലത്ത് 40,000 രൂപ, ഇന്ന് 4 ലക്ഷത്തിന്റെ 4 കോടിയുടെ ഒക്കെ വില മതിക്കുന്ന സമയം അദ്ദേഹം ഈ പണം വാങ്ങിച്ച അക്രൈസ്തവനായ മനുഷ്യൻ, അദ്ദേഹം ഒരു ക്രൈസ്തവൻ പേര് കൊണ്ട ഒരാളോട് പറഞ്ഞു, സാറേ, രൂപേൻ സാറേ, ഞാൻ വാങ്ങിച്ചാൽ എനിക്ക് കിട്ടില്ല, ഏറ്റവും വലിയ പാരിതോഷികമാണത്. എന്റെ കൈകൾ വിറച്ചു പണം എണ്ണിയപ്പോഴെന്ന്. ജോസഫിനെ വിറ്റ കാശ് കിട്ടി എണ്ണിയപ്പോൾ സഹോദരന്മാരുടെ ഹൃദയം തളർന്നില്ല, ഒരു വിറയിലും ഉണ്ടായില്ല. അപ്പനോട് കള്ളം പറഞ്ഞപ്പോഴും ഒരു തളർച്ചയില്ലായിരുന്നു, വിറച്ചുമില്ല. എന്നാൽ ഇവിടെ ഇപ്പോൾ ഇതാ കൊടുത്ത പണം തിരിച്ചു കിട്ടിയപ്പോൾ ഒരു പ്രവാചകനും അവരുടെ തലയിൽ ചെന്ന് കൈവച്ചില്ല, വചനമൊന്നും അവർ ഇടപെട്ടില്ല. എന്നാൽ അവർ വന്നു, അപ്പോൾ അവരുടെ ഉള്ളം തളർന്നു, അവർ വിറച്ചു. എന്നിട്ട് അവര് പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്, ദൈവം നമ്മോട് ഈ ചെയ്തത് എന്താ? അതാണ് കാര്യം. സ്തോത്രം. ദൈവം നമ്മളോട് ഈ ചെയ്ത് എന്തെന്ന്. അപ്പൊ ഈ ചെയ്തെല്ലാം ചെയ്യുന്നത് ദൈവമാണെന്ന് അതിന് അത്രയും ബോധ്യമായി. സ്തോത്രം. ദൈവം ഈ ചെയ്തത് എന്ത്? ഞങ്ങൾ എന്തിനെ കഷ്ടത്തിലാക്കിയതാ ചോദിക്കുന്നത്. എവർ നിമിത്തം ഓർത്തും കഷ്ടപ്പെട്ട കാര്യം ഈ പുള്ളി മറന്നുപോയി, വേദനിച്ചത് മറന്നുപോയി. ഇപ്പൊ സകലം തിരിഞ്ഞ് കുത്താൻ തുടങ്ങിയപ്പോൾ, കൊള്ളാൻ തുടങ്ങിയപ്പോൾ അവർ ദൈവത്തെ പഴി പറയുകയാണ്. ഞങ്ങൾ പാടിയില്ലേ, പ്രാർത്ഥിച്ചില്ലേ, യോഗം നടത്തിയില്ലേ, ദശാംശം കൊടുത്തില്ലേ, സ്വതന്ത്രകാഴ്ച കൊടുത്തില്ലേ, ദൈവദാസന്മാരെ വീട്ടിൽ താമസിപ്പിച്ചില്ലേ, സാധുക്കൾക്ക് പണം കൊടുത്തില്ലേ, വിദ്യാർത്ഥികൾക്ക് പഠന സഹായങ്ങൾ കൊടുത്തില്ലേ, ദേശം മുഴുവൻ കൊടയം കൊണ്ട് നടന്നില്ലേ, വടി കൊടുത്തില്ലേ, എന്തെല്ലാം കൊടുത്തു, ഇതെല്ലാം പറയുകയാണ്. ദൈവം ഞങ്ങളോട് ഈ ചെയ്തത് എന്ത്? അതെ, യോബിന്റെ പുസ്തകത്തിൽ അവൻ അവരെ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ഈ ചെയ്തതെല്ലാം എന്താണ്, എന്തൊക്കെയാണ് എന്ന് സ്തോത്രം ദൈവം അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഒടുവിൽ വീണ്ടും വായിക്കാം, ഉൽപ്പത്തി പുസ്തകം തന്നെ അതിന്റെ 44-ാം അധ്യായത്തിലേക്ക് വരാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. 16-ാമത്തെ വാക്യം വായിക്കാം. അതിനെ യഹൂദ യജമാനനോട് ഞങ്ങൾ എന്തു പറയേണ്ടു? ഞങ്ങൾ യജമാനോട് എന്ത് പറയേണ്ടു? എന്തു ബോധിപ്പിക്കേണ്ടു? എന്ത് ബോധിപ്പിക്കേണ്ടു? എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? എങ്ങനെ ഞങ്ങളെ തന്നെ നീതീകരിക്കേണ്ടു? ദൈവം അടിയങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ദൈവം ഞങ്ങളുടെ അകൃത്യം കണ്ടെത്തി. ദൈവം ഞങ്ങളുടെ അകൃത്യം കണ്ടെത്തി. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഞങ്ങളുടെ അകൃത്യം കണ്ടെത്തി. അതിനു മുമ്പ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 42-ാം അധ്യായത്തിലേക്ക് മറ്റൊന്ന് പോകാം. 20 സ്തോത്രം. അപ്പോൾ ജോസഫിന്റെ സഹോദരന്മാർ ജോസഫിനെ ഇട്ട് പൊരിക്കുക, തിരിച്ചും മറിച്ചു വിട്ടങ്ങ് നാടൻ ഭാഷയിൽ പറഞ്ഞങ്ങ് അലക്കുക സഹോദരന്മാരെ. അങ്ങനെ അലക്കിയപ്പോൾ അവരോട് വന്ന്, നിങ്ങൾ സ്പൈ ആണ്, ചാരന്മാരാണ്, ദേശത്തിന്റെ ദുർബല ഭാഗം ഒറ്റുനോക്കാൻ വന്നവരാന്ന് പറഞ്ഞു. ഉടനെ ഇവർ പറയുന്നൊരു കാര്യമുണ്ട്. പിന്നെ 11-ാമത്തെ വാക്യം 10 മുതൽ 42-ന്റെ 10 മുതൽ സ്റ്റാർട്ട്. അവർ അവനോട്, അല്ല യജമാനനെ, അടിയങ്ങൾ ആഹാരം കൊള്ളുവാൻ വന്നിരിക്കുന്നു. ആ കാര്യം ശരിയാ. ആ പറഞ്ഞ
ദുർബലഭാഗം ഒറ്റക്കാൻ വന്നവരൊന്നുമല്ല, ചാരന്മാരൊന്നുമല്ല. ഞങ്ങൾ ആഹാരം വാങ്ങിക്കാൻ വന്നവരാ, ഒറ്റക്കാൻ വന്നവരല്ല. എന്നിട്ട് അടുത്ത് പറഞ്ഞു, ഞങ്ങൾ പരമാർത്ഥികളാവുന്നു. ആണോ? ഞങ്ങൾ എല്ലാവരും ഒരാളുടെ മക്കൾ. ആ പറഞ്ഞു ശരിയാ, ഞങ്ങൾ എല്ലാവരും ഒരപ്പന്റെ മക്കളാ. ഞങ്ങൾ പരമാർത്ഥികളാകുന്നു. ആണോ? ഞങ്ങൾ പരമാർത്ഥികളാണോ? ആരോടാ ഈ പരമാർത്ഥത പറയുന്നേ? മറ്റാരേക്കാളും ഇവരെ പരമാർത്ഥം നന്നായി അറിയുന്ന, നേരിട്ടറിയുന്ന സ്വന്തം സഹോദരന്റെ മുമ്പിൽ പറയുക ഞങ്ങൾ പരമാർത്ഥികളാണോ? ഇവര് പറഞ്ഞു പിടിപ്പിച്ച എല്ലാം പരമാർത്ഥതയായിരുന്നു. അപ്പന്റെ മുമ്പിൽ അനുജന്റെ വസ്ത്രം കൊടുത്തയച്ച് പറഞ്ഞ പരമാർത്ഥതയായിരുന്നു. നിന്റെ മോനെ ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞത് പരമാർത്ഥതയായിരുന്നു. പക്ഷെ ഇപ്പോൾ ന്യായാധിപന്റെ മുമ്പിൽ അവർ പരമാർത്ഥത ഏറ്റു പറയുമ്പോൾ ഇവരുടെ എല്ലാം നല്ലതുപോലെ പരമാർത്ഥത അറിയുന്നവൻ പറയുക, അവനോട് പറ ഞങ്ങൾ പരമാർത്ഥികളാണ്. എന്നിട്ട് പിന്നെ ഒരു കാര്യം പറയാ, 13-ാം വാക്യം, സ്തോത്രം. അതിനെ അവർ അടിയങ്ങൾ കനാൻ ദേശത്തുള്ള ഒരാളുടെ മക്കൾ. അത് ശരിയാ, അതൊക്കെ വാസ്തവം. ഞങ്ങൾ പിന്നെ 12 സഹോദരന്മാരാകുന്നു. അതും ശരിയാ. ഇളയവൻ ഇന്ന് ഞങ്ങളുടെ അപ്പന്റെ അടുക്കലുണ്ട്. വാസ്തവം. ഒരുത്തൻ ഇപ്പോൾ ഇല്ല എന്ന് ഇല്ല. അത് പറയാ, ഒരുത്തൻ ഇപ്പം ഇല്ല. ഇവനെ ഏതൊരാളോ ഇല്ല എന്ന് പറയുന്നവനോടായി പറയുന്നത്, ഒരുത്തൻ ഇപ്പൊ ഇല്ലെന്ന്. സ്തോത്രം. ഇപ്പം ഒരുത്തൻ ഇല്ല, അവൻ മരിച്ചുപോയി, അവൻ ഭൂമുഖത്തില്ല എന്ന് ഇവര് 10 പേര് ഒരുമിച്ച് പറയുന്ന ആരോടായി പറയുന്നേ? ഇല്ലെന്ന് പറയുന്നവരോടാ പറഞ്ഞത്. ഇപ്പൊ ഓർത്ത ഇല്ലെന്ന്. സ്തോത്രം. ജീവനോടെ നിൽക്കുന്ന ജോസഫിനോട് പറയാ, ജോസഫ് ഇപ്പൊ ഇല്ല. അതെ, അവരുടെ നോട്ടത്തിൽ ഈ മുമ്പിൽ നിൽക്കുന്ന ജോസഫ് അല്ലല്ലോ, മിസ്രൈമിലെ ഫറവോന്റെ പ്രധാനമന്ത്രി നിൽക്കുന്നത്. അവിടുത്തെ വേഷഭൂഷാദികളോടും വെള്ളി ആഭരണങ്ങളൊക്കെ ധരിച്ചു നിൽക്കുന്ന ആ പ്രത്യേക വേഷധാരി ഇവരുടെ സഹോദരനെന്ന് സ്വപ്നത്തിൽ വിചാരിച്ചോ? അവർ ഇപ്പൊ ഓർത്ത ഇല്ലെന്ന്. ഇവരുടെ പരമാർത്ഥം നല്ലതുപോലെ അറിയുന്നവരുടെ ഇപ്പൊ ഓർത്തില്ല. അതാ ദൈവം പറഞ്ഞത്, നാം ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അറിയുന്നവൻ, നമ്മുടെ വിചാരങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവൻ, കാലുകൾക്ക് ചുറ്റും വര വരയ്ക്കുന്നവൻ, സകലവും എഴുതി വെക്കുന്ന, അവനെ കണ്ണിന് മറന്നിരിക്കുന്ന ഒന്നുമില്ല. ഭാര്യയ്ക്ക് മറിഞ്ഞു, ഭർത്താവിന് മറിഞ്ഞു, അപ്പനും അമ്മയ്ക്കും മറിഞ്ഞു, സഹോദരന് മറിഞ്ഞു, സഭക്കാർക്ക് മറിഞ്ഞു, സകലർക്കും മറച്ചു, ദേശത്തിന് മറച്ചു, പോലീസിനും പട്ടാളത്തിനും മറച്ചു. സ്തോത്രം. എയർപോർട്ടിൽ കൂടെ വന്നാലും മറിക്കുക, എല്ലാം മറച്ചു വെച്ചാലും ഇവിടെ പിടിച്ചില്ലെങ്കിലും പിടിക്കുന്ന ഒരു ദിവസമുണ്ട്, അന്ന് ഒന്നും മറവായിരിക്കത്തില്ല. പറയാ ഞങ്ങൾ പരമാർത്ഥികളാണെന്ന്. സ്തോത്രം. എന്നിട്ടോ പരമാർത്ഥികളാണ് എന്ന് പറഞ്ഞപ്പോ ജോസഫ് ഒരു കാര്യം പറഞ്ഞു. അന്നേരം ഇവിടെ വേറെ ദൂതൊന്നും പറയുന്നില്ല, പ്രവചനമൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റുകാർ തന്നെ. ഇതിനാൽ ഞാൻ നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങളുടെ ഇളയ സഹോദരൻ ഇവിടെ വന്നല്ലാതെ ഫറവോനാണ്, നിങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടുകയില്ല. ജോസഫ് ഒരു കണ്ടീഷൻ വെക്കുക, നിങ്ങൾ ഈ പറഞ്ഞ പോലൊക്കെയാണ്, ഞാൻ നോക്കട്ടെ. ദയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അവിടെ ദാവീദ് പറഞ്ഞ പോലെ അവന്റെ വാക്കുകൾ എണ്ണയേക്കാൾ മയമുള്ളവയെങ്കിലും ഊരിയ വാളുകൾ എന്നതുപോലെ ഇവർക്ക് പുറമെ വളരെ മയമാ തോന്നിയെങ്കിലും പറഞ്ഞു പിടിപ്പിച്ചെല്ലാം വല്ലാത്ത വാക്കാ പറഞ്ഞു പിടിപ്പിച്ചത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ജീവിക്കേണ്ടതിന് ഇളയ സഹോദരനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ഇളയ സഹോദരനെ കൂട്ടിക്കൊണ്ട് വരണം. സ്തോത്രം. 18-ാം വാക്യം. 3 ദിവസം തടവിലാക്കി, എല്ലാത്തിനെയും പിടിച്ച് 3 ദിവസം ജയിലിലിട്ടു. 3-ാം ദിവസം ജോസഫ് അവരോട് പറഞ്ഞു. ജോസഫ് 1-2 മണിക്കൂർ കിടന്നതേ ഉള്ളൂ കുണ്ടറയിൽ, സോറി പിന്നെ കുഴിയിൽ. പിന്നെ ജയിലിൽ കിടന്ന് കുറച്ച് നാള്. എങ്കിലും 10 പേരോടെ ചേർന്ന് ഒപ്പിച്ച് കുഴിയിലിട്ടത് ജോസഫ് പൊട്ടക്കണത്തിൽ ശകല സമയം കിടന്നുള്ളൂ. പക്ഷെ സഹോദരന്മാരെ 10 പിടിച്ച് 3 ദിവസം ജയിലിലിട്ട് കളഞ്ഞു. സ്തോത്രം. ഇപ്പം 3 ദിവസം ജയിലിൽ കിടന്നോണ്ടിരിക്കുക. ഞങ്ങൾ എങ്ങനെ ജയിലിൽ കിടക്കാൻ കാരണം എന്താ ദൈവമേ? അതിന് ഞങ്ങൾ എന്തോ ചെയ്തു കർത്താവേനാ ചോദിക്കുന്നത്. ജയിലിൽ കിടക്കാൻ ഞങ്ങൾ എന്തോ ചെയ്തു? ചെയ്തതെല്ലാം സൗകര്യപൂർവ്വം മറന്നുപോയി. എന്നാൽ ആ ജയിലിൽ കിടന്ന സമയത്ത് ജയിലിലെ കിടപ്പ്
ഇവരെ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു. എന്നിട്ട് 3-ാം ദിവസം ഇവരുടെ ഹൃദയം തകർന്നല്ലോ, വിറച്ചല്ലോ. അപ്പൊ അങ്ങനെ വന്നതുകൊണ്ട് 3-ാം ദിവസം യോസഫ് അവരോട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ അതാ ഭയപ്പെടുന്നു. കാര്യം, ന്യായാധിപൻ ദൈവത്തെ ഭയപ്പെടുന്നു. നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് ഇത് ചെയ്യുവീൻ. നിങ്ങൾ പരമാർത്ഥികളെങ്കിൽ നിങ്ങളുടെ ഒരു സഹോദരൻ കാരാഗ്രഹത്തിൽ കിടക്കട്ടെ. പുറപ്പെട്ട നിങ്ങളുടെ വീടുകളിലെ ബുദ്ധിമുട്ടിന് ധാന്യം കൊണ്ടുപോകുവീൻ. എന്നാൽ നിങ്ങളുടെ ഇളയ സഹോദരനെ എന്റെ അടുക്കൽ കൊണ്ടുവരണം. അതിനാൽ നിങ്ങളുടെ വാക്ക് നേരെന്ന് തെളിയും. നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല. നിങ്ങൾ പരമാർത്ഥികളാണെങ്കിൽ ഇനി മരിക്കാൻ പോവാ, എല്ലാത്തിനെയും കൊല്ലാൻ പോവാ. രാജ്യദ്രോഹ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്, പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. അവർ അങ്ങനെ സമ്മതിച്ചു. അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. എന്നാൽ ജോസഫ് അങ്ങനല്ല നടത്തത്. ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടിട്ടും അവന്റെ അപേക്ഷ കേട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നുവെന്ന് അവർ തമ്മിൽ പറഞ്ഞു. ഒരു പ്രവാചകനും പ്രവാചക എടുത്തില്ല, ആരും തലയ്ക്ക് വെച്ച് ദൂത് പറഞ്ഞില്ല. മക്കളെ, നിങ്ങൾ ഇന്ന് ഈ അനുഭവിക്കുന്നതെല്ലാം പണ്ട് നിങ്ങളുടെ സഹോദരനോട് ചെയ്ത ദോഷത്തിൻ്റെതാണെന്ന് ഒരു മനുഷ്യൻ, ദൈവാത്മാവ് പറഞ്ഞില്ല, ദൂതമെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇപ്പം കാലെ ചങ്ങല വീണപ്പോൾ, കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ 10 പേരും ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയുകയാണ്, ഇത് നമ്മുടെ സഹോദരനോട് നാം ചെയ്ത ദ്രോഹമാകുന്നു. ഇന്ന് വല്ലതും തിരിച്ചടിക്കുന്നുവെങ്കിൽ, തിരിച്ചു കൊത്തുന്നുവെങ്കിൽ, അനുഭവിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, വല്ലവരോടും വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് ഓർക്കാനുള്ള സമയമാണ്. എന്ന് പറയാണ്, സഹോദരൻ ദ്രോഹമാകുന്നു. അവൻ നമ്മോട് കെഞ്ചിയപ്പോൾ നാം അവന്റെ പ്രാണസങ്കടം കണ്ടിട്ടും അവന്റെ അപേക്ഷ കേട്ടില്ല. അതുകൊണ്ട് ഈ സങ്കടം നമുക്ക് വന്നിരിക്കുന്നു. അതാണ് യോബ് പറഞ്ഞത്, അവനവർക്ക് അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും, സ്തോത്രം, അവനവർക്ക് അവരുടെ അവനവർക്ക് അവരുടെ പ്രവൃത്തിയും അഹങ്കരിച്ചു പോയ ലംഘനങ്ങളും കാണിച്ചു കൊടുക്കും. ഇപ്പം യാക്കോബിന്റെ മക്കൾക്ക് കാര്യം മനസ്സിലായി. ഇവിടെ അവസാനിപ്പിക്കട്ടെ. നമ്മൾ വിശ്വാസത്തിന് വേണ്ടി പോരാടണം. പക്ഷെ ആ സമയത്ത് ചില കാര്യങ്ങൾ നമുക്കെതിരെ വന്നാൽ, അതായത് അനുകൂലമല്ലാതെ, നമ്മുടെ ചെയ്തികൾക്ക് അനുകൂലമല്ലാതെ നിൽക്കുന്നവരെ ഒതുക്കാനും ഇല്ലാതാക്കാനും ഒക്കെ ശ്രമിച്ചാൽ, ചെയ്ത പാപം മറിച്ച് നല്ല പിള്ള ചമഞ്ഞാൽ അതിനെതിരെ ശിക്ഷ കയറി വരും. ദൈവം വെച്ചതിന്റെ ബാക്കി ഭാഗം പിന്നത്തേതിന്. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. അവിടുത്തെ വചനമായി നിന്ന് സമയം കേട്ട വചനം ആർക്കും ശിക്ഷാവധിക്ക്, അടിയനും ശിക്ഷാവധിക്ക് കാരണമായി തീരുന്നത്. കർത്താവേ, ലംഘനങ്ങളെ മറയ്ക്കുവാനല്ല, ഏറ്റുപറിച്ച് ഫലപ്രാപിപ്പാൻ ഞങ്ങളെല്ലാവരും സഹായിക്കണം. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾ ചെയ്തതിൻ്റെയാണല്ലോ കർത്താവേ. ജോസഫിന്റെ സഹോദരന്മാർ പറഞ്ഞല്ലോ, നാം നമ്മുടെ സഹോദരനോട് ദ്രോഹം, അത് നിമിത്തമാണ്. സ്തോത്രം. ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. നാമത്തെ മഹത്വം വരവനായി ഒരുക്കണമേ. പ്രത്യാശ നിറയ്ക്കണമേ. മശിഹാമൂലം അപേക്ഷിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ. എല്ലാവർക്കും വന്ദനം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയിൽ ഓർക്കണമേ. സ്തോത്രം. താങ്ക് യു.